വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. ഇന്ന് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ രാജ്ഞിത്വ തിരുനാളാണ് സഭ കൊണ്ടാടുന്നത്. അതുകൊണ്ട് തന്നെ മറിയത്തിന്റെ ജീവിതത്തിന്റെ വിശുദ്ധിയെ സഭ എത്രയേറെ ആഴത്തിൽ സമാദരിക്കുന്നു എന്നതിൻ്റെ ഒരു തിരുനാളായിട്ട് വേണം ഇതിനെ മനസ്സിലാക്കാൻ. രാജ്ഞി എന്ന് പറയുന്നത് ഒരു പ്രയോഗം മാത്രമായിട്ട് മനസ്സിലാക്കുക. കാരണം ഈ ഭൂമിയിൽ ഒരു സ്ത്രീക്ക് ലഭിക്കുമെന്ന് കരുതപ്പെടുന്ന ഏറ്റവും ഔന്നത്യമുള്ളൊരു സ്ഥാനമാണ് രാജ്ഞിയായി വാഴുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ പദം എടുത്ത് പ്രയോഗിച്ചിരിക്കുന്നു എന്ന് മാത്രം കരുതിയാൽ മതി. പരിശുദ്ധ കന്യകാമറിയം രാജ്ഞിയായി, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മാറി എന്ന് പറയുമ്പോൾ പ്രഥമ വ്യക്തിത്വമായി രൂപാന്തരപ്പെട്ടു എന്നാണ് അർത്ഥമാക്കേണ്ടത്. ത്രിത്വത്തോട് രക്ഷാകര ചരിത്രത്തിൽ സഹകരിച്ച മറിയം ത്രിത്വത്തിന്റെ മഹത്വത്തിലും പങ്കുചേർന്നുവെന്ന് വിശ്വസിക്കുക സ്വാഭാവികമാണ്. ഈ ഭൂമിയിൽ യേശുനാഥന്റെ വരവിന് തന്നെ പൂർണ്ണമായും വിട്ടുകൊടുക്കുകയും രക്ഷാകര ചരിത്രത്തിലുടനീളം ക്രിസ്തുവിനോടൊപ്പം നടക്കുകയും ചെയ്ത മറിയത്തെ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലേക്ക് ദൈവം കൂട്ടിക്കൊണ്ടുപോയി. യേശുനാഥന്റെ മഹത്വം എന്തെന്ന് അവിടുന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. തൻ്റെ മഹത്വം കുരിശിലാണ് പ്രകടമാകുന്നത്. താൻ മഹത്വപ്പെടാനിരിക്കുന്ന സമയമായിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ രാജകീയമായ കിരീടധാരണം നടക്കുന്നത് മുൾക്കിരീടം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സഹനത്തിൻ്റെ വഴിയിലൂടെ നടന്ന് ജീവിതത്തിൻ്റെ മഹത്വത്തിലേക്ക് എങ്ങനെ പ്രവേശിക്കണമെന്ന് ക്രിസ്തുനാഥൻ കാണിച്ചു തരുമ്പോൾ ആ വഴിയിലൂടെ ഏറ്റവും വിശ്വസ്തമായി നടന്നൊരു വ്യക്തിത്വം അത് മറിയത്തിൻ്റെ തന്നെയാണ്. യേശുനാഥന്റെ പീഡാസഹനത്തിന്റെ വേളയിൽ മാത്രമല്ല ഇത് സംഭവിക്കുന്നത്. തൻ്റെ ഓമൽ കുമാരനെ ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ജന്മമേകുന്ന സമയം മുതൽ മറിയം ഈ സഹനത്തിന്റെ കുരിശിന്റെ വഴിയെ നടക്കുകയാണ്. മറിയത്തിന്റെ ജീവിതയാത്രയിൽ കുരിശെടുക്കുന്നത് എപ്പോഴാണോ മാലാഖയ്ക്ക് താൻ ഉത്തരം നൽകുന്നത്, ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ജീവിക്കാമെന്ന് ഉത്തരം നൽകുന്നത്, ആ സമയത്ത് തന്നെ ജീവിതത്തിന്റെ മഹത്വത്തിന്റെ കിരീടം മറിയം സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെയാണ് മഹത്വത്തിന്റെ കിരീടത്തിന്റെ പൂർണ്ണതയെന്നോണം അവളുടെ ഹൃദയം പിളർക്കപ്പെടുന്നൊരു കാഴ്ച മുന്നേ കൂട്ടി പ്രവചിക്കപ്പെട്ടത്. മറിയത്തിന്റെ യാത്രാ വഴി ക്രിസ്തുനാഥൻ കുരിശിൽ മഹത്വം പ്രാപിച്ചുവെങ്കിൽ ആ കുരിശിന് താഴെ മറിയം നിൽപ്പുണ്ട്. മഹത്വത്തിൽ പങ്കുപറ്റിക്കൊണ്ട് പിടയുന്ന നെഞ്ചുമായി മറിയം ആ കാഴ്ച കണ്ടുകൊണ്ട് കുരിശിന് താഴെ നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും മഹത്വം എന്ന് പറയുന്നത് ക്രിസ്തു പറഞ്ഞ പീഡാസഹനമാണെങ്കിൽ, മഹത്വം എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ ഔന്നത്യത്തിലേക്കുള്ള കരയേറലാണെങ്കിൽ, എല്ലാ അർത്ഥത്തിലും മറിയം ഈ വഴിയിലൂടെ നടന്നു പോകുന്നതായി നമുക്ക് കാണാം. മറിയത്തിന് ഈ മഹത്വം അവകാശപ്പെടാൻ കഴിയുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. മറിയം അത്രയേറെ വിശ്വസ്തയോടുകൂടി ത്രിത്വൈക ദൈവം തന്നെ ഭരമേൽപ്പിച്ച ദൗത്യം പൂർണ്ണതയിൽ നിറവേറ്റിയവളാണ്. അതോടൊപ്പം തന്നെ ക്രിസ്തുനാഥന്റെ പീഡാസഹനത്തോട് ഏറ്റവും അടുത്തു നിന്ന് സഹകരിക്കുകയും കുരിശിന്റെ യാത്രാവഴിയിൽ കൂടെ നടക്കുകയും തൻ്റെ ഓമൽ കുമാരന്റെ വിറങ്ങലിച്ച ശരീരം നെഞ്ചേറ്റു പിടിച്ചുകൊണ്ട് തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കുകയും ചെയ്തു. എല്ലാം പൂർത്തിയായിരിക്കുന്നുവെന്ന് കുരിശിൽ ക്രിസ്തു പറഞ്ഞു. എന്നാൽ സ്വപുത്രനെ മടിയിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് മറിയം പറഞ്ഞു തൻ്റെ യാത്ര തുടരുക തന്നെ ചെയ്യുന്നു. മറിയം യാത്ര തുടരുക തന്നെ ചെയ്തു. അപ്പോസ്തലന്മാരെ വീണ്ടും ശാക്തീകരിച്ചുകൊണ്ട് മറിയം തൻ്റെ ദൗത്യം ഇനിയും അങ്ങോട്ട് നീളുന്നതാണെന്ന്, കുരിശിന്റെ നിഴൽപ്പാടിനപ്പുറത്തേക്കും മറിയത്തിന്റെ ദൗത്യം നീളുന്നുണ്ടെന്ന് നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പരിശുദ്ധ മറിയം സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നത സ്ഥാനത്തിന് അർഹയാണെന്ന് നാം വിശ്വസിക്കുന്നു, സഭ പഠിപ്പിക്കുന്നു. നമുക്ക് ഈ അമ്മയുടെ പാദങ്ങൾ പിൻചെല്ലാൻ പരിശ്രമിക്കാം. മഹത്വത്തിന്റെ വഴിയിലേക്ക് അവിടെ നിന്ന് നമ്മെ ക്ഷണിക്കുന്നുവെന്ന് അറിയുക കൂടി ചെയ്യണം.